ഹലോ ഓൾ, നമുക്ക് സെക്കൻഡ് മൊഡ്യൂളിൽ വരുന്ന കുറച്ച് പ്രോബ്ലംസ് ഒന്ന് ഡിസ്കസ് ചെയ്ത് പോകാം. തിയറി പാർട്ടെല്ലാം നമ്മുടെ കഴിഞ്ഞതാണ്. അപ്പോൾ കുറച്ച് പ്രോബ്ലംസ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഹെഡ് ഓഫ് വാട്ടർ ഓവർ ആൻ ഒറിഫൈസ് മീറ്റർ ഫോർ orifice of diameter 40 mm is 10 meter. Find the actual discharge and the actual velocity of the jet at the vena contracta. Take CD is equal to 0.6 and CV is equal to 0.98. അപ്പോൾ നമുക്കിവിടെ വെന കോൺട്രാക്റ്റയുടെ ഡയമീറ്ററിന് മുകളിലേക്കുള്ള ആ ഒരു വാട്ടറിൻ്റെ ഹെഡൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഗിവൺ ഡാറ്റ എടുത്ത് എഴുതാം. ഡയമീറ്റർ 40 mm ആണെന്ന് പറഞ്ഞു, സ്മോൾ ഡി വിച്ച് ഇസ് ഈക്വൽ ടു 0.04 മീറ്റർ ആണ്. ഹെഡ് എന്ന് പറയുന്നത് 10 മീറ്റർ ആണ്. കോഎഫിഷ്യൻ്റ് ഓഫ് ഡിസ്ചാർജ് സി ഡി ഈസ് ഈക്വൽ ടു 0.6, സി വി ഈസ് ഈക്വൽ ടു 0.98. അപ്പോൾ നമുക്ക് ഇക്വേഷൻ അറിയാം. തിയററ്റിക്കൽ ഡിസ്ചാർജ് ഓഫ് ഒറിഫൈസ് എന്ന് പറയുന്നത് എന്താണ്? ക്യൂ തിയററ്റിക്കൽ ഈസ് ഈക്വൽ ടു A/√2G ക്യാപിറ്റൽ എച്ച് അല്ലേ? അപ്പോൾ അതിൽ എ കണ്ടുപിടിക്കണം. ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് ദി ഒറിഫൈസ് കണ്ടുപിടിക്കണം ആദ്യം. അപ്പോൾ അതിന് എ ഈസ് ഈക്വൽ ടു π/4 × d² വെച്ചിട്ട് നമ്മൾ ആ ഏരിയ ആദ്യം കണ്ടുപിടിച്ചു. ദെൻ ക്യൂ തിയററ്റിക്കൽ കണ്ടുപിടിച്ചു. ക്യൂ തിയററ്റിക്കൽ അറിയാമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ആക്ച്വൽ ഡിസ്ചാർജ് ഈസ് ഈക്വൽ ടു സി ഡി ഇൻറ്റു ക്യൂ തിയററ്റിക്കൽ ആണ്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? സി ഡി ഇൻറ്റു ക്യൂ തിയററ്റിക്കൽ എന്ന് പറയുന്ന ആ ഒരു ഇത് വെച്ചിട്ട് നമുക്ക് അതിൽ നിന്നും ആക്ച്വൽ ഡിസ്ചാർജ് കണ്ടുപിടിക്കാം. ഇനി യൂസിങ് നമുക്കിവിടെ ക്വസ്റ്റ്യനകത്ത് ചോദിച്ചിട്ടുള്ളത് ആക്ച്വൽ ഡിസ്ചാർജും ആക്ച്വൽ വെലോസിറ്റി ഓഫ് ദി ജെറ്റ് അറ്റ് വെന കോൺട്രാക്റ്റാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ യൂസിങ് ദ ഇക്വേഷൻ ഫോർ തിയററ്റിക്കൽ വെലോസിറ്റി വിത്ത് ടി എച്ച് ഇസ് ഈക്വൽ ടു √2gh ആണ്. അതായത് √2g ഇൻറ്റു എച്ച് എന്ന് പറയുന്നത് നമ്മുടെ ഹെഡ് ക്യാപിറ്റൽ എച്ച്. അപ്പോൾ തിയററ്റിക്കൽ വെലോസിറ്റി എന്ന് പറയുന്നത് എന്താണ്? 14.007 m/s എന്ന് കിട്ടിക്കഴിഞ്ഞു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം സി വി കോഎഫിഷ്യൻ്റ് ഓഫ് വെലോസിറ്റി എന്ന് പറയുന്നത് സി വി ഈസ് ഈക്വൽ ടു v/v തിയററ്റിക്കൽ ആണ്. അപ്പോൾ വി ഈസ് ഈക്വൽ ടു സി വി ഇൻറ്റു വി തിയററ്റിക്കൽ വിച്ച് ഈസ് ഈക്വൽ ടു 0.98 ഇൻറ്റു 14.07 വിച്ച് ഈസ് ഈക്വൽ ടു 13.73 എന്ന് നമുക്ക് സൊല്യൂഷൻ കിട്ടി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ആക്ച്വൽ ഡിസ്ചാർജും ആക്ച്വൽ വെലോസിറ്റിയും കിട്ടി. ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലം എന്ന് പറയുന്നത് അതേപോലെ തന്നെയുള്ള ഒരു സിമിലർ പ്രോബ്ലം തന്നെയാണ്. സോ ഞാനത് ഡിസ്കസ് ചെയ്യുന്നില്ല. യൂണിറ്റ് കൺവേർഷൻസ് ഒന്ന് ശ്രദ്ധിക്കാം. നെക്സ്റ്റ് ഒരു ചെറിയ പ്രോബ്ലം. ഹെഡ് ഓഫ് ദ വാട്ടർ ഓവർ ദി സെൻറ്റർ ഓഫ് എൻ ഒറിഫൈസ് ഓഫ് ഡയമീറ്റർ 40 mm is 10 meters. What is the coefficient of discharge for the orifice if the actual discharge is 10.75 liters per second? ആക്ച്വൽ ഡിസ്ചാർജ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ സി ഡിയുടെ വാല്യൂ ആണ് ചോദിച്ചിട്ടുള്ളത്. ആക്ച്വൽ ഡിസ്ചാർജ് അറിയാമെന്നുണ്ടെങ്കിൽ തിയററ്റിക്കൽ ഡിസ്ചാർജ് കണ്ടുപിടിച്ചാൽ ആക്ച്വൽ ബൈ തിയററ്റിക്കൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോഎഫിഷ്യൻ്റ് ഓഫ് ഡിസ്ചാർജ് കിട്ടും. അപ്പോൾ ആദ്യം സാധാരണ ചെയ്യുന്നത് പോലെ തന്നിരിക്കുന്ന വാല്യൂസ് എല്ലാം എടുത്ത് എഴുതി. സ്മോൾ ഡി എഴുതി. ക്യാപിറ്റൽ എച്ച് 10 മീറ്റർ ആണ്. ആക്ച്വൽ ഡിസ്ചാർജ് ക്യൂ എന്ന് പറഞ്ഞാൽ 10.75 liters/s ആണ്. ഇനി ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് ദ ഒറിഫൈസ് എന്ന് പറയുന്നത് കണ്ടുപിടിച്ചു. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ക്യൂ തിയററ്റിക്കൽ ഈക്വൽ ടു A/√2gh ആണ്. അപ്പോൾ നമുക്ക് തിയററ്റിക്കൽ ഡിസ്ചാർജ് കിട്ടി. ദെൻ സി ഡി ഈസ് ഈക്വൽ ടു ക്യൂ ആക്ച്വൽ ഡിവൈഡഡ് ബൈ ക്യൂ തിയററ്റിക്കൽ. ഓക്കെ, ഈ പ്രോബ്ലംസ് ചെയ്യുന്ന സമയത്ത് ഒറിഫൈസ് മീറ്ററിൻ്റെ പ്രോബ്ലം ആണെന്നുണ്ടെങ്കിൽ ഒറിഫൈസിൻ്റെ ആ ഒരു ഫിഗറൊക്കെ ഒന്ന് വരച്ച് നോക്കുക കേട്ടോ. നിങ്ങൾക്ക് ഞാൻ ഓൾറെഡി തിയറി പോർഷനിൽ തന്നിട്ടുള്ള ഫിഗർ തന്നെയാണ്, മറക്കണ്ട. ഇതാ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. എ 50 mm ഒറിഫൈസ് diameter orifice is provided in a tank containing water to a height of 1.5 meter above the center of the orifice. If the coefficient of contraction and velocity for the orifice are 0.63 and 0.98 respectively, determine the coefficient of discharge, theoretical discharge and the actual discharge. CD കണ്ടുപിടിക്കണം, Q theoretical കണ്ടുപിടിക്കണം, Q ആക്ച്വൽ കണ്ടുപിടിക്കണം. നമുക്ക് തന്നിരിക്കുന്ന വാല്യൂസ് എന്ന് പറയുന്നത് ഡിയും എച്ചും സി വിയും സി വിയും സി സിയുമാണ് തന്നിരിക്കുന്നത്.
നമുക്കറിയാം സി സിയും സി വിയും സി ഡിയും തമ്മിലുള്ള റിലേഷൻ ഉണ്ട്. സി ഡി ഈസ് ഈക്വൽ ടു സി സി ഇൻറ്റു സി വി ആണ്. അപ്പോൾ അതിൽ നിന്ന് സി ഡി കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ നമ്മളുടെ ആദ്യത്തെ പ്രോബ്ലം സോൾവായി. ദെൻ എ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യൂ തിയറട്ടിക്കൽ കാണാം. ക്യൂ തിയറട്ടിക്കൽ കിട്ടിക്കഴിഞ്ഞാൽ സി ഡി ഉണ്ട്, നമ്മുടെ ക്യൂ തിയറട്ടിക്കൽ ഉണ്ടെങ്കിൽ ക്യൂ ആക്ച്വൽ കണ്ടുപിടിക്കാനായിട്ട് സി ഡി ഇൻറ്റു ക്യൂ തിയറട്ടിക്കൽ ചെയ്താൽ മതി. ഓക്കെ, സിമ്പിൾ പ്രോബ്ലം ആണ്. ആ രീതിയിലുള്ള കുറച്ച് പ്രോബ്ലംസ് ഉണ്ട് ഇതിനകത്ത്. അതൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. പിന്നെ പ്രോബ്ലം നമ്പർ 3.7 വാട്ടർ discharges at a rate 98.2 liters per second through a 120 millimeter diameter vertical sharp edged orifice placed under a constant head of 10 meters at a point on the jet measured from the vena contracta of jet has coordinates of 4.5 meters horizontal and 0.454 meters vertical. Find the hydraulic coefficients of the orifice. ഇവിടെ തന്നിരിക്കുന്നത് നമ്മളുടെ ആക്ച്വൽ ഡിസ്ചാർജ് എന്ന് പറയുന്നത് 98.2 ലിറ്റേഴ്സ് ആണ്. അത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിവൈഡ് ബൈ 1000 ചെയ്യുമ്പോൾ എത്ര എം ക്യൂബ് ആണെന്നുള്ളത് കിട്ടും. ഡയാമീറ്റർ ഓഫ് ദി ഒറിഫൈസ് എന്ന് പറയുന്നത് 120 മില്ലിമീറ്റർ ആണ്. അപ്പോൾ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്തു 0.12 മീറ്റർ. ഹെഡ് തന്നിട്ടുള്ളത് 10 മീറ്റേഴ്സ് ആണ്. ഇനി നമുക്കിവിടെ തന്നിരിക്കുന്നത് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ഓഫ് എ പോയിൻ്റ് ഓൺ ദി ജെറ്റ് ഫ്രം ദി വെന കോൺട്രാക്റ്റ. അതായത് നമ്മളുടെ ജെറ്റിലെ ഒരു പോയിൻ്റ് വെന കോൺട്രാക്റ്റയിൽ നിന്നും 4.5 മീറ്റർ എക്സ് ഡിസ്റ്റൻസിലും വൈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 0.54 നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു 4.5 വൈ ഈസ് ഈക്വൽ ടു 0.54 കിട്ടുന്നത്. ക്രോസ് സെക്ഷണൽ ഏരിയ എന്ന് പറയുന്നത് എ ഈസ് ഈക്വൽ ടു π/4 ഇൻറ്റു ഡി സ്ക്വയർ ആണ്. നമുക്കറിയാം ക്യൂ തിയറട്ടിക്കൽ കണ്ടുപിടിക്കുക ആ ഒരു ഇക്വേഷൻ വെച്ചിട്ട്. ദെൻ കോഎഫിഷ്യൻ്റ് ഓഫ് ഡിസ്ചാർജ് എന്ന് പറയുന്നത് സി ഡി ഈസ് ഈക്വൽ ടു ക്യൂ ഡിവൈഡഡ് ബൈ ക്യൂ തിയറട്ടിക്കലാണ്. ക്യൂ എന്ന് പറയുന്നത് ക്യൂ ആക്ച്വൽ ആണ്. പിന്നെ കോഎഫിഷ്യൻ്റ് ഓഫ് വെലോസിറ്റി സി വി എന്ന് പറയുന്നത് കണ്ടുപിടിക്കാനായിട്ടാണ് നമ്മുടെ x/√4yx എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഉള്ളത്. ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഇക്വേഷനിലേക്ക് എക്സിൻ്റെയും വൈൻ്റെയും എച്ചിൻ്റെയും വാല്യൂസ് എന്ത് ചെയ്യുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കവിടെ സി വിൻ്റെ വാല്യൂ കിട്ടും. സി വിൻ്റെ വാല്യൂ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സി സി എന്ന് പറയുന്നത് സി ഡി ബൈ സി വി ആണ്. ഓക്കെ, ആ ഒരു ഇക്വേഷൻ പ്രത്യേകം നോട്ട് ചെയ്ത് വയ്ക്കാം. ഈ പ്രോബ്ലത്തിൽ 3.8 വൈ കണ്ടുപിടിക്കുകയാണ് വേണ്ടത്. നമുക്കതിനകത്ത് എന്താ പറയുക, തന്നിരിക്കുന്ന ഡാറ്റ മുഴുവൻ എഴുതുക. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ എക്സിൻ്റെ വാല്യൂ എത്രയാണെന്നുള്ളത് 650 തന്നിട്ടുണ്ട്. ആ വാല്യൂ എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൈയുടെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ആ പ്രോബ്ലംസ് തന്നെ ഒന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, width of a fully drawn orifice is 2.5 meter and 1.9 meter deep. Difference of levels of liquids on both sides of the orifice is 1 meter. Find the discharge through the orifice if the CD of the orifice is 0.6. Width of the orifice B തന്നിട്ടുണ്ട്, depth D തന്നിട്ടുണ്ട്. D എന്ന് പറയുന്നത് H2 minus H1 ആണ്, which is equal to 1.9 meter ആണ്. അവിടുത്തെ ക്യാപിറ്റൽ H എന്ന് പറയുന്നത് 1 meter ആണ്. നിങ്ങൾ ഇതിൻ്റെ എല്ലാം കേസ് ഫുള്ളി ഡ്രോൺഡ് ഒറിഫൈസിൻ്റെ കേസ് പറയുമ്പോൾ ആ ഒരു ഫിഗർ തന്നെ മനസ്സിൽ കാണുക. ആ ഒരു ഫിഗർ നിങ്ങൾ നേരത്തെ തന്നിരിക്കുന്ന നോട്ടിലുള്ളത് ഒന്ന് സൈഡിൽ വരച്ച് നോക്കുക. എന്നിട്ട് ഈ എച്ച് ഏതാണ്, ബി ഏതാണ്, ഡി ഏതാണെന്നുള്ളതൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. ഓക്കെ, കോഎഫിഷ്യൻ്റ് ഓഫ് ഡിസ്ചാർജ് ഫോർ ഒറിഫൈസ് എന്ന് പറയുന്നത് സി ഡി 0.6 ആണ്. ഡിസ്ചാർജ് ത്രൂ ദ ഫുള്ളി ഡ്രോൺഡ് ഒറിഫൈസിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ക്യൂ ഇസ് ഈക്വൽ ടു സി ഡി ഇൻറ്റു ബി ഇൻറ്റു H2 മൈനസ് H1 ഇൻറ്റു √2GH ആണ്. ഇക്വേഷൻസ് കാണാതെ പഠിക്കുക തന്നെ വേണം.
ആ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്യൂ കിട്ടും. ഓക്കെ, ഇക്വേഷൻസ് പഠിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. നെക്സ്റ്റ് കേസ് വരുന്നത് ഫൈൻഡ് ദ ഡിസ്ചാർജ് ത്രൂ ആൻ ഓറിഫൈസ് 1 meter wide and 0.6 meter deep in the vertical wall of a large tank having water level 1.5 meter above the upper edge of the orifice. Water on the downstream side is 0.25 meter above the bottom edge of the orifice. Assume CD of the orifice is 0.6. ഇവിടെ വിഡ്ത്ത് 1 മീറ്റർ ആണ് തന്നിട്ടുണ്ട്. ഡെപ്ത് ഓഫ് ഒറിഫൈസ് അതായത് H2 - H1 എന്ന് പറയുന്നത് 0.6 ആണെന്ന് തന്നിട്ടുണ്ട്. പിന്നെ ഹൈറ്റ് ഓഫ് വാട്ടർ എബവ് ദി അപ്പർ എഡ്ജ് ഓഫ് ദി ഒറിഫൈസ് എന്ന് പറയുന്നതാണ് നമ്മുടെ H1 എന്ന് പറയുന്ന വാല്യൂ. അത് 1.5 ആണെന്നുള്ളത് തന്നിട്ടുണ്ട്. ദെൻ ഡിഫറൻസ് ഓഫ് ദി വാട്ടർ ലെവൽ ഓൺ ദ ബോത്ത് സൈഡ്സ്, രണ്ട് സൈഡിലത്തെയും വാട്ടർ ലെവൽസ് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുമ്പോൾ എന്താണ് ക്യാപിറ്റൽ H is equal to H1 + D - 0.25 ആണ്. വിച്ച് ഈസ് ഈക്വൽ ടു, അതായത് നമ്മുടെ വാട്ടർ ഓൺ ദ ഡൗൺ സ്ട്രീം സൈഡ് 0.25 മീറ്റർ എബവ് ദി ബോട്ടം എഡ്ജ് ഓഫ് ദി ഒറിഫൈസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളിത് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഫിഗർ പ്രത്യേകം ഈ പ്രോബ്ലം ചെയ്യുന്നതിൻ്റെ കൂടെ നിങ്ങൾ സൈഡിലൊന്ന് വരച്ച് നോക്കുക. ഞാൻ ഈ പറയുന്നതിൻ്റെ കൂടെ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ സൈഡിലൊന്ന് വരച്ച് നോക്കിയിട്ട് വേണം H1 ഏതാണ്, D ഏതാണ്, 0.25 ഏതാണെന്നുള്ളത് മനസ്സിലാക്കാൻ. ഓക്കെ, ഹൈറ്റ് ഓഫ് ദ വാട്ടർ ഫ്രം ദ ബോട്ടം എഡ്ജ് ഓഫ് ദ ഒറിഫൈസ് H2 എന്ന് പറയുന്നത് H1 + 0.6 ആണ്. വിച്ച് ഈസ് ഈക്വൽ ടു 1.5 + 0.6 വിച്ച് ഈസ് ഈക്വൽ ടു 2.1 മീറ്റർ. കോഎഫിഷ്യൻ്റ് ഓഫ് ഡിസ്ചാർജ് ഫോർ ദ ഒറിഫൈസ് CD is equal to 0.6. ദ ഡിസ്ചാർജ് ത്രൂ സബ്മേർജ്ഡ് പോർഷൻ എന്ന് പറയുന്നത് Q1 എന്ന് പറയുന്നത് എന്തായിരിക്കും, CD × B × H2 - H × √2gh ആയിരിക്കും. അപ്പോൾ അതേ ഇക്വേഷൻ തന്നെ ആ ഇക്വേഷനിൽ നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് 0.9037 എന്ന് വരും. ഇനി ഡിസ്ചാർജ് ത്രൂ ദ ഫ്രീ പോർഷൻ ഉണ്ടായിരിക്കും. ഒരു ഭാഗം സബ്മേർജ്ഡ് ആണ്, മറ്റേ ഭാഗം ഫ്രീ ആണ്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ സമ്മാണ് എന്താ പറയുക നമുക്ക് ടോട്ടൽ ഡിസ്ചാർജ് എന്ന് പറഞ്ഞിട്ട് വരുന്നത്. അപ്പോൾ Q2 എന്ന് പറയുന്നത് 2/3 CD × B √2g × H⁻³ - H1⁻³ ആണ്. ആ ഇക്വേഷൻ എന്ന് പറയുന്നതെല്ലാം നമ്മൾ ഡിറൈവ് ചെയ്ത് എടുത്തിട്ടുള്ള രണ്ട് കണ്ടീഷനാണ്. അപ്പോൾ ഈ ഒരു പ്രോബ്ലം ചെയ്യണമെന്നുണ്ടെങ്കിൽ രണ്ട് കണ്ടീഷനിലും എന്താണ് ഡിസ്ചാർജ് ത്രൂ സബ്മേർജ്ഡ് പോർഷനും അതുപോലെ തന്നെ ഡിസ്ചാർജ് ത്രൂ ദി ഫ്രീ പോർഷനും അറിഞ്ഞിരിക്കണം. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ ഡിസ്ചാർജ് ത്രൂ ദി ഒറിഫൈസ് എന്ന് പറയുന്നത് Q1 + Q2 ആണ്. ഓക്കെ, അതുപോലെ ഇവിടെ ഒരു ഇക്വേഷൻ ഉണ്ട്, ടൈം ഫോർ എംറ്റിങ് എ ടാങ്ക് ത്രൂ ആൻ ഒറിഫൈസ് അറ്റ് ഇറ്റ്സ് ബോട്ടം. അതായത് ഒരു ടാങ്കിൻ്റെ ബോട്ടത്തിൽ ഒരു ഒറിഫൈസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ അത് എംറ്റി ആവാൻ വേണ്ടിയിട്ട് വേണ്ട ടൈമിൻ്റെ ഇക്വേഷൻ, അത് ഡെറിവേഷൻ നിങ്ങളൊന്ന് നോക്കുക. T is equal to 2a × √H1 / CD × A × √2g ആണ്. ഓക്കെ, അതിൽ ഓരോന്നും എന്താണെന്നുള്ളത് ഈ ഫിഗർ നോക്കി മനസ്സിലാക്കണം. ഡെറിവേഷൻ ഒന്ന് എന്തായാലും എല്ലാവരും ചെയ്ത് നോക്കുകയും കൂടെ വേണം. ഓക്കെ, അപ്പോൾ ആ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ടുള്ള പ്രോബ്ലംസ് ആണ് ഇതിനകത്ത് വരുന്നത്. സ്വിമ്മിംഗ് പൂൾ ഓഫ് 10 meter long and 5 meter wide has water to a depth of 2 meter. Determine the time of emptying the pool completely through an opening provided at the bottom of the pool. The area of the opening being 0.15 meter square. Assume CD is equal to 0.6. അപ്പോൾ അതിൽ ലെങ്ത്തും വിഡ്ത്തും തന്നിട്ടുണ്ട്. ഇനീഷ്യൽ ഹൈറ്റ് എന്ന് പറയുന്നതാണ് H1 എന്ന് പറയുന്നത്, ആ ഇക്വേഷനിൽ കാണിച്ചിട്ടുള്ള H1. അതുപോലെ ഏരിയ ഓഫ് ദ ഒറിഫൈസ് അറ്റ് ബോട്ടം ആണ് സ്മോൾ a വിച്ച് ഈസ് ഈക്വൽ ടു 0.15 മീറ്റർ സ്ക്വയർ എന്ന് തന്നിട്ടുണ്ട്. CD നമുക്കറിയാം, കോഎഫിഷ്യൻ്റ് ഓഫ് ഡിസ്ചാർജ് 0.6 തന്നിട്ടുണ്ട്. ഏരിയ ഓഫ് ദ സ്വിമ്മിംഗ് പൂൾ എന്ന് പറയുമ്പോൾ ലെങ്ത്തും വിഡ്ത്തും തന്നിട്ടുണ്ടെങ്കിൽ ലെങ്ത്തിൻ്റെ വിഡ്ത്ത് ചെയ്യുമ്പോൾ നമുക്ക് ഏരിയ ഓഫ് ദ സ്വിമ്മിംഗ് പൂൾ കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ T is equal to √2a √H1 / CDA × √2g എന്നുള്ളത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, അവിടുത്തെ ടൈം ഫോർ എംറ്റിങ് ദ പൂൾ എന്ന് പറയുന്ന സംഗതി കിട്ടും. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള പ്രോബ്ലംസ് ഒന്ന് ശ്രദ്ധിക്കുക. ബാക്കി പ്രോബ്ലംസ് നിങ്ങളൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കണം കേട്ടോ. ഇതിൽ ടൈം ഫോർ എംറ്റിങ് ഹെമിസ്ഫെറിക്കൽ ടാങ്ക് പറയുന്നുണ്ട്, അത് നമുക്ക് തൽക്കാലം ആവശ്യമില്ല. നമ്മൾ പിന്നീട് നേരെ മൗത്ത് പീസിലേക്കാണ് പോകുന്നത്. ഫൈൻഡ് ഡിസ്ചാർജ് ഫ്രം എ 120 millimeter diameter external mouthpiece fitted to side of large vessel
ഇഫ് ദ ഹെഡ് ഓവർ ദി മൗത്ത് പീസ് ഈസ് 8 മീറ്റർ. അവിടെ മൗത്ത് പീസിൻ്റെ ഡയമീറ്റർ തന്നിട്ടുണ്ട്, ഹെഡ് ഓവർ ദ മൗത്ത് പീസ് 8 മീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എ കണ്ടുപിടിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡിസ്ചാർജ് എന്ന് പറയുന്നത് 0.855 എ ഇൻറ്റു റൂട്ട് 2gh ആണെന്ന് അറിയാം. ഇക്വേഷൻസിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു വാല്യൂസ്, അത്ര തന്നെയുള്ളൂ. അഗെയിൻ അടുത്ത പ്രോബ്ലത്തിനകത്തും നമുക്കൊന്ന് നോക്കാം. ഫൈൻഡ് ദ ഡിസ്ചാർജ് from 100 millimeter diameter external mouthpiece fitted to side of large vessel if the head over the mouthpiece is 4 meter. Find the absolute pressure head of water at vena contracta. Take CD is equal to 0.855 and CC for vena contracta is equal to 0.62. Atmospheric pressure head 10.3 meters of water. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സ്മോൾ ഡി തന്നിട്ടുണ്ട്, ദെൻ ക്യാപിറ്റൽ എച്ച് തന്നിട്ടുണ്ട് ഹെഡ് ഓവർ ദ മൗത്ത് പീസ്, സി ഡി തന്നിട്ടുണ്ട്, കോഎഫിഷ്യൻ്റ് ഓഫ് കോൺട്രാക്ഷൻ അറ്റ് വെന കോൺട്രാക്റ്റ സി സി എന്ന് പറയുന്നത് 0.62 തന്നിട്ടുണ്ട്. ആ ഭാഗം കുറച്ച് കട്ട് ചെയ്ത് പോയിട്ടുണ്ട് കേട്ടോ. അറ്റ്മോസ്ഫിയറിക് പ്രഷർ എച്ച് എ എന്ന് പറയുന്നത് 10.3 മീറ്റേഴ്സ് ഓഫ് വാട്ടർ ആണെന്നുള്ളത് നമുക്ക് അറിയാമല്ലേ, നമ്മുടെ അറ്റ്മോസ്ഫിയറിക് പ്രഷറാണ്. ദെൻ അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏരിയ ഓഫ് ദ മൗത്ത് പീസ് എന്ന് പറയുന്നത് എ ഇസ് ഈക്വൽ ടു 5/4 d സ്ക്വയറിൽ കിട്ടി. ഡിസ്ചാർജ് ത്രൂ ദ മൗത്ത് പീസ് എന്ന് പറയുന്നത് 0.855 ഇൻറ്റു എ ഇൻറ്റു റൂട്ട് 2gh ആണ്. ആ വാല്യൂ അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. അപ്പോൾ നമുക്ക് ഡിസ്ചാർജ് ത്രൂ ദ മൗത്ത് പീസ് കിട്ടി. നമ്മളോട് ഇവിടെ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് എന്താണ്? ഫൈൻഡ് ദ അബ്സല്യൂട്ട് പ്രഷർ ഹെഡ് ഓഫ് അറ്റ് വെന കോൺട്രാക്റ്റ് ആണ് പറഞ്ഞിട്ടുള്ളത്. വെന കോൺട്രാക്റ്റിലത്തെ അബ്സല്യൂട്ട് പ്രഷർ ഹെഡ് എത്രയാണെന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പ്രഷർ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കിവിടെ എന്ത് ചെയ്യണം? പ്രഷർ ഹെഡ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ P/ρg ആണ് അല്ലേ, അത് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ എന്ത് ചെയ്യണം? ബെർണോളിസ് തിയറം അറ്റ് എയിലും അതുപോലെ XX എന്ന് പറയുന്നിടത്തും ഇവിടെയും അതുപോലെ ഇവിടെയും നമ്മളുടെ ബെർണോളിസ് തിയറം അപ്ലൈ ചെയ്യണം. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബെർണോളിസ് ഇക്വേഷൻ എഴുതി അവിടെ ഹെഡ് ലോസ് ഉണ്ടായിരിക്കും. ദെൻ ZA is equal to Z1 ആണ്. അതുപോലെ VA എന്ന് പറയുന്നത് 0 ആണ്. അതൊക്കെ നമ്മൾ ഡെറിവേഷൻ്റെ ടൈമിൽ പറഞ്ഞിട്ടുണ്ട്. PA/ρg is equal to HA plus H എന്ന് പറഞ്ഞിട്ടാണ് നമ്മളുടെ ഇക്വേഷൻ അവസാനം ഉണ്ടാവുക. അപ്പോൾ ഇതിൽ HA plus H plus 0 is equal to PC/ρg plus Vx square by 2g which is equal to HC plus Vx square by 2g എന്ന് കിട്ടും. ദെൻ നെക്സ്റ്റ് HX എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? എക്സിലുള്ള പ്രഷർ ഹെഡ് HX എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? HA plus H minus Vx square by 2g എന്ന് കിട്ടും. പക്ഷേ നമുക്കറിയാം Vx എന്ന് പറയുന്നത് V1/0.62 ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ HX is equal to HA plus H minus V1/0.62 the whole square into 1/2g എന്ന് കിട്ടി. Then which is equal to HA plus H minus V1 square by 2g into 1/0.62 the whole square. അങ്ങനെ നമുക്കൊരു ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞു. പക്ഷേ H is equal to 1.375 V1 square by 2g ആണെന്നുള്ളത് അറിയാം. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ വാല്യൂ അതിനടുത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ V1 square by 2g is equal to അത് നമ്മൾ അതിന് റീഅറേഞ്ച് ചെയ്യുമ്പോൾ H/1.375 കിട്ടും. അപ്പോൾ 0.7272 എന്ന് കിട്ടും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ കിട്ടിയ V1 square by 2gക്ക് പകരം ഈ Hൻ്റെ ടേംസിലുള്ള വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ HX is equal to എന്ത് കിട്ടും? HA plus H minus 0.7272 H into 1/√0.62 the whole square എന്ന് കിട്ടും. which is equal to HA plus H minus 1.89 H, അതിൽ നിന്നും HA minus 8.89 H എന്ന് കിട്ടും. അതിൽ HA എന്ന് പറയുന്നതും ക്യാപിറ്റൽ H എന്ന് പറയുന്നത് നമുക്ക് അറിയാവുന്ന വാല്യൂസാണ്. ആ വാല്യൂസ് ഇതിനകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? HX എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ X എന്ന് പറയുന്ന നമ്മളുടെ ഈ പോയിന്റിലത്തെ ഹെഡ് എത്രയാണെന്നുള്ളത് കിട്ടും. ഓക്കെ, ഇതിൽ സംശയം ഓരോ സ്റ്റേജും നിങ്ങൾ ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് എന്തെങ്കിലും ടേംസ് എന്തെങ്കിലും ഡൗട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഡെറിവേഷൻസ് ഒന്നും കൂടെ നോക്കുക. ഓക്കെ, അതിന് ശേഷം മാത്രം സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാം. അതുപോലെ തന്നെ അടുത്ത് വരുന്ന പ്രോബ്ലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോർഡാസ് മൗത്ത് പീസിൻ്റെയാണ്.
അത് നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ബോർഡാസ് വരെ ഉള്ളൂ. അതിൻ്റെയും ഇക്വേഷൻസ് നമുക്കറിയാം. ക്യു ഇസ് ഈക്വൽ ടു സി ഡി ഇൻറ്റു എ ഇൻറ്റു റൂട്ട് 2GH ആണ്. അതിൽ സി ഡി എന്ന് പറയുന്നത് 0.707 ആണ്. ആ വാല്യൂ അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തിട്ട് ഡയറക്റ്റ് നമുക്ക് കിട്ടാവുന്നതേ ഉള്ളൂ. ഈ ഒരു പ്രോബ്ലം നോക്കുകയാണെങ്കിൽ an internal mouthpiece of 100 mm diameter discharges water under a head of 10 meter. Find the discharge through the mouthpiece when the mouthpiece is running free and mouthpiece is running full. രണ്ട് കേസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഡി അറിയാം, എച്ച് അറിയാം. അതിൽ നിന്ന് നമുക്ക് ആദ്യത്തെ കേസ് റണ്ണിങ് ഫ്രീ ആണെന്നുണ്ടെങ്കിൽ 0.58 റൂട്ട് 2GH ആണ്. അതേപോലെ തന്നെ റണ്ണിങ് ഫുൾ ആണെങ്കിൽ 0.707 എ റൂട്ട് 2G ക്യാപിറ്റൽ എച്ച് ആണ്. അങ്ങനെ രണ്ട് കേസിലും എൻ്റെയും എച്ചിൻ്റെയും വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, നമുക്ക് ഡൈവേർജൻ മൗത്ത് പീസിൻ്റെ കേസ് നമുക്കില്ല, ജസ്റ്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്ത് സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രോബ്ലംസ് ചെയ്ത് നോക്കിയിട്ട് ഡൗട്ട്സ് വരികയാണെന്നുണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, താങ്ക് യു.